യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിൽ പലരും എന്നെ വിളിക്കുവാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതായ ധ്യാനിക്കുന്നതായ ചിന്തകളുടെ ഒരു പൊതുവായ വിഷയം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ നമുക്ക് എപ്രകാരം ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ സാധിക്കും, ദൈവ വചനപ്രകാരം ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല ആളുകളും ചിന്തിക്കാറുണ്ട്, അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. വലിയ വിശുദ്ധന്മാർക്കും അസാധാരണതയുള്ള വ്യക്തിത്വമുള്ളവരൊക്കെ അങ്ങനെ ജീവിച്ചു കാണും. പക്ഷെ നമ്മെ കൊണ്ടൊന്നും അത് നടക്കില്ല എന്നുള്ള ചിന്ത പലർക്കുമുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിലെ വചന ധ്യാനത്തിലൂടെ നിങ്ങൾക്കും അത് സാധ്യമാണ് എന്നുള്ള വളരെ ശക്തമേറിയ സന്ദേശങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പല തവണ സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ സഹായിക്കുവാനാണ്, നമ്മെ ആത്മീയ സത്യങ്ങളിലേക്ക്, അതേപോലെ തന്നെ നമുക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മളോട് സംസാരിപ്പാൻ, നമ്മളുടെ കാര്യസ്ഥനായി നമ്മെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഉള്ളപ്പോൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഒരു കാര്യം പോലും അസാധ്യകരമായ ഒന്നല്ല. എല്ലാം നമുക്ക് സാധ്യമാണ്. കാരണം ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അടുക്കലേക്ക് അയച്ചു. ഞാൻ നിങ്ങളോട് ഈ വചനങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും ഞാൻ ഇതൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ എപ്പിസോഡ് ഞാൻ എടുത്തു കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്കിതെങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലി കഴിഞ്ഞ ഒരു കാര്യമല്ല, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയാറുണ്ട്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടുകൂടി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിപ്പാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവവചനപ്രകാരം നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും. പക്ഷേ നിങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ സഹായം ഉണ്ടാകണം. ദൈവം അതെല്ലാവർക്കും ദാനമായി കൊടുക്കുന്നുണ്ട്. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിന്റെ ഉള്ളിലാക്കും എന്ന് ദൈവവചനം പറയുന്നുണ്ടെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിനെ നാവുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹായകനായി പരിശുദ്ധാത്മാവ് കടന്നുവരും. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നതായ ഒരു സന്തോഷ വാർത്തയും അതാണ്. നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പരിശുദ്ധാത്മാവിന്റെ ആ സഹായം, ആ കാര്യസ്ഥത നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വേദഭാഗത്തിൽ കൂടെ നമ്മൾ ഒന്നുകൂടെ കടന്നു പോവുകയാണ്. അവിടെ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എനിക്ക് നിങ്ങളോടൊന്ന് പറയുവാനുണ്ട്. എഫീസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. നോക്കണേ, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. അങ്ങനെയാണെങ്കിൽ ബുദ്ധിഹീനരാകാതിരിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം കർത്താവിന്റെ ഇഷ്ടം നമ്മൾ ഗ്രഹിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും മനുഷ്യർ തങ്ങളുടെ ഇഷ്ടം അവർ ദൈവത്തിന്റെ ഇഷ്ടമാക്കി മാറ്റാറുണ്ട്. തങ്ങളുടെ ഇഷ്ടത്തെ അവർ ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു എന്ന് ഇങ്ങനെ പറയുന്നു, ദൈവമേ ഇത് നിന്റെ ഇഷ്ടമാകണമേ. സാധാരണ ഒരു പാട്ടുണ്ടല്ലോ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം മാത്രം മതി എന്ന്. എന്നാൽ പലപ്പോഴും നമ്മൾ പാട്ട് നേരെ പാടുന്നുണ്ടെങ്കിലും നമ്മുടെ അനുഭവം തിരിച്ചാണ്, നിന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, എൻ്റെ ഇഷ്ടം മാത്രം മതി എന്നാണ് നമ്മൾ പറയുന്നത്, പാടുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം നമ്മളുടെ ഇഷ്ടമാകണം. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ എങ്ങനെ അറിയും? ദൈവത്തിന്റെ ഇഷ്ടം നമുക്കറിയാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിൽ മാത്രമാണ് ദൈവം തന്റെ ഇഷ്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവവചനം വായിക്കണം, പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് അനേക ദൈവദാസന്മാരും ദൈവവചനം തന്നെ നമ്മളോട് പറയുന്നത്, നമ്മൾ വചനം ധ്യാനിക്കണം, വചനം വായിക്കണം. കർത്താവ് യേശുക്രിസ്തു അന്ന് എഴുതപ്പെട്ട തോറ, യഹൂദന്മാരുടെ മതഗ്രന്ഥം, അതിന് വലിയ പ്രാധാന്യം യേശു കൊടുത്തിരുന്നു. കാരണം അത് ന്യായപ്രമാണ പുസ്തകമാണ്. തന്റെ പിതാവിന്റെ മൊഴികളാണ് ആ വചനത്തിൽ ഉടനീളം തനിക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് യേശു എപ്പോൾ സിനഗോഗിൽ ചെല്ലുന്നുവോ അപ്പോഴെല്ലാം വചനമെടുത്ത് വായിക്കുമായിരുന്നു. അതേപോലെ ഈ വചനം ഓരോന്നും യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ഹൃദയസ്ഥമായിരുന്നു. ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ യേശു ആ ന്യായപ്രമാണത്തിൽ
അതുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ പറയുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ വേദപുസ്തകം വായിക്കണം. കേവലം പഠിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് അത് ഒരു ആഹാരം എന്ന വണ്ണം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിലും ആ വചനം കൊണ്ട് നമുക്ക് നിറയ്ക്കുവാൻ സാധിക്കണം. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ആ വചനം എപ്പോഴും നിറഞ്ഞു വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. നമ്മളിവിടെ വായിച്ചതായ വാക്യം, ബുദ്ധിഹീനരാകാതെ കർത്താവിന് ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിനെന്ന് പറയുമ്പോൾ, അങ്ങനെ ഗ്രഹിക്കുന്നവർ മാത്രമേ ബുദ്ധിഹീനരാകാതിരിക്കത്തുള്ളൂ. അങ്ങനെ ബുദ്ധിഹീനരാകാതെ വചനം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. കർത്താവ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ബുദ്ധിയുള്ള കന്യകമാരുടെ കാര്യം പറയുമ്പോൾ, അവർ വചനപ്രകാരം ചെയ്തു എന്നുള്ള ഒരു അർത്ഥമാണ് യേശു അവിടെ ധ്വനിപ്പിക്കുന്നത്. വിളക്കോടുകൂടെ എണ്ണയെടുത്ത കന്യകമാര് മണവാളനെ നോക്കിയിരുന്നു രാത്രി മുഴുവനും. അർദ്ധരാത്രിക്കോ മണവാളൻ വന്നു എന്നും, എണ്ണയോടുകൂടെ വിളക്കെടുത്തവരായ കന്യകമാർ മണവാളനോടൊപ്പം മണിയറയിൽ കടന്നുവെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തു ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ബുദ്ധിയുള്ളവൻ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു, ബുദ്ധിയില്ലാത്തവനോ അവൻ മണലിന്മേൽ വീട് പണിതു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മണലിന്മേൽ വീട് പണിതവനെയാണ് ആളുകൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം മറ്റവൻ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അവന്റെ വീടിന്റെ പണി തീരുന്നില്ല, അവൻ വീട് പണിക്കായി നാളുകൾ എടുക്കുന്നു. പക്ഷേ മണലിന്മേൽ വീട് പണിതവൻ വലിയ പണമൊന്നും ഒഴുക്കിയില്ല. അദ്ദേഹം വളരെ ഭംഗിയായിട്ടുള്ള വീട്, അതും നാട്ടുകാരുടെ മുമ്പിൽ സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നതായ ഒരു വീട് അദ്ദേഹം പണിതു. എല്ലാവരും അവനെയായിരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ വൻമഴ പെയ്തു, കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, തിരകളടിച്ചു, ഈ മണലിന്മേൽ പണിത വീട് ഒലിച്ചുപോയി, നശിച്ചുപോയി. പക്ഷെ പാറമേൽ പണിത വീടോ അവിടെ ആ പ്രതിസന്ധികളെ എല്ലാം അഭിമുഖീകരിച്ച് നിൽക്കുവാനിടയായി തീർന്നു. ഇതാണ് ദൈവവചനം അനുസരിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവചനത്തിൽ ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ വാക്യങ്ങളിൽ, അതായത് 17, 18, 19 ഈ വാക്യങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്ന വേദഭാഗങ്ങളാണ്. ഇവിടെ എല്ലാം തന്നെ കർത്താവിന്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള ചില വ്യക്തമായ സൂചനകൾ അപ്പോസ്തലൻ പൗലോസ് നമുക്ക് നൽകുന്നുണ്ട്. കർത്താവിന്റെ ഇഷ്ടം എന്താണ്? അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്. നമ്മൾ വീഞ്ഞു കുടിക്കരുത്, മത്തരാകരുത്, മദ്യപാനമരുത്. ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്. അങ്ങനെ കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളതും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അത് സംബന്ധിച്ച ഒരു വേദഭാഗം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. 15-ാമത്തെ വാക്യം, നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് നാം അറിയുന്നു. വളരെ വ്യക്തമായതും അതേസമയം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതായ ഒരു കാര്യമാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. അവന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം. ആ ഇഷ്ടം എന്ന് പറയുന്നത് ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ദൈവവചനത്തിലൂടെ മനസ്സിലാക്കിയ ആ ഇഷ്ടം, അതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ, അപേക്ഷിച്ചാൽ നമുക്ക് ഒരു ഉറപ്പ് ലഭിക്കും, അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത്. അത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അപ്പോൾ ഇഷ്ടം അനുസരിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കരുത്, മറിച്ച് ദൈവ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം. ദൈവ ഇഷ്ടം മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം വായിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, എന്റെ വ്യക്തിപരമായ ഒരു വിഷയത്തിന് ഞാൻ എങ്ങനെയാ ദൈവത്തിന്റെ ഇഷ്ടത്തെ അതിലേക്ക് കൊണ്ടുവരുന്നത്? അവിടെ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ഇഷ്ടത്തെ നമ്മൾ വളരെ കുറച്ചേ കാണാവൂ. അല്ല, പൂർണ്ണമായിട്ടും ആ ഇഷ്ടത്തെ നമ്മൾ ത്യജിച്ചു കളയണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിനൊരു ഉദാഹരണ പ്രാർത്ഥനയുണ്ട്. ഹന്നായുടെ പ്രാർത്ഥന, പഴയ നിയമത്തിൽ ശമൂവേലിന്റെ പുസ്തകത്തിലുള്ള ഹന്നായുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന അവൾ തുടങ്ങുന്നത്, അവളുടെ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യയായ പെനീന അവളെ വളരെ ദുഷിക്കുകയും നിന്ദിക്കുകയും, അതുമാത്രമല്ലായിരിക്കാം, കാണുന്നവരൊക്കെ അവളെ പരിഹസിക്കുകയും എപ്പോഴും ശരചോദ്യങ്ങൾ അവളോട് ചോദിക്കുമ്പോൾ അവൾ വളരെയധികം വിഷമവൃത്തത്തിലായി. അവൾ ദൈവസ്ഥാനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ നിന്ന മാറ്റണമേ, എന്റെ അവസ്ഥ മാറ്റണമേ. അവളുടെ ഇഷ്ടമാണ് അവൾ ദൈവസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്.
പക്ഷേ അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നില്ല. മാത്രമല്ല, അവളുടെ ഗർഭപാത്രം അടച്ചത് ദൈവമാണെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവളുടെ പ്രാർത്ഥന മുന്നോട്ട് പുരോഗമിച്ചപ്പോൾ അവളുടെ ഇഷ്ടം മാറി. അവൾ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്തായിരുന്നു? ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് വിശ്വസ്തനായ ഒരു പ്രവാചകനെ ദൈവത്തിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ ദൈവത്തിന് നസ്സർ വ്രതസ്ഥനായി എന്ന് പറഞ്ഞാൽ ദൈവാലയത്തിൽ പൂർണ്ണമായിട്ടും അവനെ ഞാൻ സമർപ്പിക്കും എന്നുള്ളതായ ഒരു നേർച്ച അവൾ നേർന്നു. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോൾ അവളുടെ ഗർഭപാത്രത്തെ ദൈവം തുറന്നു. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ടത്. നമ്മളുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വഴിമാറണം. അങ്ങനെ വഴിമാറിയാൽ നമുക്ക് ലഭിക്കുന്നതായ ഒരു വലിയ ഉറപ്പെന്ന് പറയുന്നത് അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ആ ധൈര്യം നമുക്ക് പ്രാപിക്കാൻ കഴിയും. അടുത്തത്, കേൾക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ലഭിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കുവാനും കഴിയുന്നതാണ് ഈ അവന്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അടുത്ത വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് നാം അറിയുന്നു. ഈ രണ്ടു വാക്യങ്ങളും ഏതാണ്ട് ഒരുപോലാണെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും രണ്ടാമത്തെ വാക്യം അല്പം വ്യത്യസ്തതയുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ, അതായത് അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് നാം അറിയുന്നു. എന്തുകൊണ്ട്? ഞാൻ പ്രാർത്ഥിച്ചത് അവന്റെ ഇഷ്ടപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് ഗ്രാൻഡഡ് ആണ്, എനിക്ക് ലഭിച്ചിരിക്കുക. ഇവിടെയാണ് ഒരു ഭക്തൻ ദൈവത്തെ സ്തുതിക്കുന്നത്. എന്തെങ്കിലും കാര്യം ലഭിച്ചിട്ടല്ല അവൻ ദൈവത്തെ സ്തുതിക്കുന്നത്, മറിച്ച് ദൈവത്തോട് താൻ തൻ്റെ വിഷയത്തെ അവന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞപ്പോൾ എനിക്കത് ലഭിച്ചു എന്നുള്ള ആ വിശ്വാസത്തിൽ അവൻ ജീവിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ആ ഉറപ്പ്. ഏലിയാവ് പറഞ്ഞില്ലേ ആഹാബിനു മുമ്പാകെ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഉറപ്പാണ്. ഞാൻ പറയണം. അതേ ഏലിയാവിനെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ രാജാവിനോട് തന്നെ പറയുന്നു, വേഗം നിന്റെ രഥം പൊട്ടി പൊയ്ക്കൊള്ളുക, വലിയൊരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞത്? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ദൈവം തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കുന്നു എന്നുള്ള ആ വലിയ ഉറപ്പ് ഏലിയാവിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഇഷ്ടം എന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ധൈര്യം എന്ന് പറയുന്നത്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, എൻ്റെ അപേക്ഷ നൽകുന്നതായ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതായ ഒരു ദൈവം എനിക്കുണ്ട് എന്നറിയുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. അടുത്ത ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വാക്യം തന്നെയാണ്, എന്നാൽ പുതിയ ചില വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വീഞ്ഞു കുടിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഒരു ജയജീവിതമായിരിക്കും. ആ ജയജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് ഞാൻ നിങ്ങളെ ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന ഏവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, യേശുവിനോടുള്ള ഒരു ബന്ധം അങ്ങയുടെ മക്കളുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാകുവാൻ, കേവലം അവരുടെ ഇഷ്ടപ്രകാരമല്ല ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് കർത്താവെ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ള ധൈര്യം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാവരെയും നീ സഹായിക്കണമേ. ഏറ്റവും ഫലകരമായ ഒരു ആത്മീയ ജീവിതം ഓരോരുത്തരും നയിക്കുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.